അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നില നമ്പ്യാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു എന്റേതായ ഒരു സ്റ്റൈലിലുള്ള ഒരു കറി, ഒരു മീൻ കറി. ഇതെന്താണിത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഹലോ, നമുക്കിനി ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഇനി സവാള എടുക്കണേ. ഈ സവാള അരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ച് വേണം മുറിക്കാനായിട്ട്. ഇനി പച്ചമുളക് എടുക്കണേ. പച്ചമുളക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനമുണ്ട്. ഇത് ഞാൻ പറയില്ല, പാട്ട് പാടിത്തരാം. ഇഞ്ചി ഇഞ്ചി ഇത് മൂത്ത് വരുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പില എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞങ്ങളും കൂടെ സഹായിക്കാട്ടെ. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ ആര് സഹായിക്കണം. ഇത് ഉണ്ടാക്കി വരുമ്പോൾ മീൻ ഏതാ വെള്ളം ഏതാ എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ചൈനീസ് കുക്കിന്റെ കഷ്ടപ്പാട് നോക്കണം. ചിക്കൻ കറിക്ക് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ചിക്കൻ കറി പിന്നെ എന്തിട്ടാലും അങ്ങ് ടേസ്റ്റ് ആവും. എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികടയാണ്. ചിക്കൻ കറി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും മസാല ഒക്കെ ഇട്ടാലും ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിക്കും. പക്ഷെ മീൻ കറിക്ക് അങ്ങനെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഡയറക്റ്റ് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. കട്ട് ചെയ്യണേ. ഇതിൻ്റെ ഈ ഭാഗം എപ്പോഴും തക്കാളീൻ്റെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണേ. ട്രെയിന് കണ്ടപ്പോ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു കഥ എനിക്ക് ഓർമ്മ വന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഇത്ര പൊട്ടത്തി ആയിരുന്നു എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. അയ്യൻ്റെ മോനെ, ഒരു ട്രെയിന് വരുമ്പോൾ ആരും കാണാതെ ഒന്ന് കൈ കാണിച്ചു നോക്കി. അപ്പോൾ അത് കൃത്യം അവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഓടിക്കയറി. സത്യത്തിൽ പിന്നീട് അറിഞ്ഞ് കൈ കാണിച്ചിട്ടല്ല ട്രെയിന് നിർത്തണ്ടെന്ന്. ഇവർക്ക് പ്രാന്താടാ. എന്തൊരു പൊട്ടത്തിയല്ലേ. അത് കഷ്ടായി പോലോ. ഇത് കഴിഞ്ഞിട്ട് വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കാൻ പോവാണേ. അല്ല, ഇതൊക്കെ പകർത്തുന്ന ക്യാമറാമാൻ എവിടെ പോയി? ആ, ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ടുണ്ടല്ലോ ഇവൻ ഈ കയ്യിലിട്ട് മുറിച്ച് മുറിച്ച് പയ്യെ, അയ്യോ കൈ മുറിഞ്ഞു. ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. ഹോട്ടാ. എന്നിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം. കോഴി തിളച്ച് മറിയുന്ന കാണാൻ എന്ത് രസാ. സാറേ, അടുത്ത പടത്തിൽ കോഴിക്കറി വെക്കാൻ എന്നെ വിളിക്കോ പ്ലീസ്. കോഴിക്കറി തിളച്ച് വന്നു കഴിഞ്ഞു, റെഡി ആയെന്ന് തോന്നുന്നു. ഇനി ഇതിനെ നമ്മൾ ഗാർണിഷ് ചെയ്യണം. അതിനു വേണ്ടി തുറന്ന് ഒരു ബൗൾ ഇങ്ങോട്ട് എടുത്ത് കോഴിക്കറി ഒഴിക്കണം. ഒഴുകുന്ന കാണാൻ എന്ത് രസവാ. അയ്യോ, ഒഴിച്ചിട്ട് ഇതിന്റെ മേലെ കറിവേപ്പില 2 മതിയോ? അല്ല, കെടുക്കട്ടെ, മുഴുവനും എടുത്തോ. എന്നിട്ട് മീൻ്റെ പേര് പറയാൻ വിട്ടെന്ന് തോന്നൂല്ലേ. പൂമീനാണേ. എന്നാ പോവാ. ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അപ്പൊ ഇതിവിടെ കിടന്ന് തിളക്കട്ടെ. നിങ്ങൾ എങ്ങോട്ടാ ശ്രദ്ധിക്കുന്നേ? എന്താ ഇവിടെ പ്രശ്നം? ആ, ഇത് തിളക്കുന്നുണ്ടേ. ഇതിവിടെ കിടന്ന് വേവട്ടെ മീൻ. കറി വെക്കുമ്പോ എല്ലാവരും കറിയിൽ തന്നെ ശ്രദ്ധിക്കണേ. നമ്മളെയാ. വേറെ എങ്ങോട്ടും ശ്രദ്ധ മാറി പോരുതേ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, പൂമീൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. വലിയ വിചാരിച്ച ഇവിടെ എന്താ നടക്കാത്തത്? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും ആരാജക്കന്മാരുണ്ടാവോ? മോനെ, നീ വന്നേ. ഹാപ്പിയല്ലേ? ഗുഡ്. ഓക്കെ, ടാറ്റാ.
സബ്സ്ക്രൈബ് ചെയ്തിട്ടാ